ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. ഹിന്ദിയുടെ സെക്കൻഡ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ പേഡ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പുതിയ പാഠപുസ്തകമാണ്. പാഠത്തിൻ്റെ പേര് ജൂലിയ ഓർ ലൂണ. ഒരു കഹാനിയാണ്. രചനാകാർ നേഹ സിംഗ്. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ഒരു ദിവസം കുറച്ച് ബലവാന്മാരായ ആളുകൾ ഒരു വലിയ മരം മുറിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. ഹട്ടെ കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലവാൻ എന്നാണ്. ഏക് റോസ് ഒരു ദിവസം. ഓക്കെ, കാട്ടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിക്കുക. ഏക് ലഡ്കിനെ ഉനെ ദേഖ് ലിയ, ഒരു പെൺകുട്ടി അവരെ കണ്ടു. ബട്ട് ഷട്ട് പേട് പർ ഷട്ട് ഗൈ, ഒരു പെൺകുട്ടി ഇത് കാണുകയുണ്ടായി. അവൾ പെട്ടെന്ന് തന്നെ ആ മരത്തിലേക്ക് കയറി. ആദ്മിയോനെ പെഹലെ ഉസെ സംജായ ഫിർ ദംകായ ബഹുത് ഡരായ. അപ്പോൾ അവൾ പെട്ടെന്ന്, ചഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഷഡ്ഗൈ കയറി എന്നാണ്. ആദ്യം ഈ ആളുകൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ, സംജായ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. പിന്നീട് ഫിർ ദംകായ, ഭീഷണിപ്പെടുത്തി. ബഹുത് ഡറായ, ഡറായ പറഞ്ഞാൽ പേടിപ്പിച്ചു. മേ നെഹി ഉദറൂങ്കി, ഞാൻ ഇറങ്ങില്ല എന്ന് ആ പെൺകുട്ടി പറയും. ലഡ്കി ചില്ലായി ഓർ ഏക് ഷാഗാ പർ ജാ ബൈഠി, പെൺകുട്ടി നിലവിളിച്ചു. ലഡ്കി ചില്ലായി എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു. എന്നിട്ട് പെട്ടെന്ന് ഒരു മരക്കൊമ്പിലേക്ക് കയറിയിരുന്നു. ആദ്മിയോ നീ സോച്ച, ഈ വന്ന ആളുകൾ ആലോചിച്ചു. ആഖിർ കബി തോ ഉത്തരേഗി, എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ. ഉത്തരേഗി ഇറങ്ങുക. തബ് കാട്ടെങ്കി പേട്കോ, അപ്പം മരത്തിനെ മുറിക്കാം. ദിൻ ഹഫ്തെ മഹീനെ ബീത് ഗയി, ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു പോയി. പർ ലഡ്കി തോ ഉത്തരി ഹി നഹി, പക്ഷേ ഈ പെൺകുട്ടി ഇറങ്ങിയില്ല. ലോഗോं को जब पता चला तो उसके लिए गाना, पानी, स्टव, किताबें, गद्दा, കമ്പൾ, കപ്പടെ സബ് ലേ ആയേ. അപ്പോൾ ഈ കുട്ടി മരത്തിൽ കയറി ഇരിക്കുന്ന വിവരം ആളുകൾ അറിഞ്ഞു. ആളുകൾ അപ്പോൾ എന്ത് ചെയ്തു? അവൾക്കുള്ള ഭക്ഷണം, വെള്ളം, സ്റ്റവ്, കിതാബ് പറഞ്ഞ പുസ്തകം, ഗദ്ദ എന്ന് പറഞ്ഞ മെത്ത, കമ്പൾ കമ്പിളി, കപ്പടെ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുവന്നു. ശുക്രിയ ലഡ്കി ചഹചഹായി. അപ്പോൾ അവൾ അവർക്ക് താങ്ക്സ് പറഞ്ഞു. ചഹായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ താങ്ക്സ് പറയുകയാണ്. ഉസ്നെ ചിടിയോം കി തര പേട് പർ അപ്ന ഗോസല ബനാലിയ, അവൾ പക്ഷിക്കൂടുണ്ടാക്കണ പോലെ, പക്ഷികളെ പോലെ ഒരു കൂടുണ്ടാക്കി എന്നാണ് പറയുന്നത്. ഗോസല, അവൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടാക്കിയെടുത്തു. ബാരിഷായി, സർദിയായി, ഭയങ്കര ആന്തി തൂഫാനായി, മഴ വന്നു, തണുപ്പ് വന്നു, ഭയങ്കരമായിട്ടുള്ള ഈ ആന്തി തൂഫാൻ എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് സ്റ്റോം എന്നാണ് ശരിക്കും മീനിങ് കൊടുത്തിരിക്കുന്നത്. കൊടുങ്കാറ്റ് എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട്. ആന്തി തൂഫാൻ, കൊടുങ്കാറ്റും വന്നു. ബർഫ് പടി, അതുപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഇല്ലേ, മഞ്ഞ്, അതും വന്നു. പർ പേടിനെ ലഡ്കിക്കോ ബച്ചായ രഖ, പക്ഷെ മരം ഈ കുട്ടീനെ സംരക്ഷിച്ചു. അതേപോലെ കുട്ടി മരത്തെയും. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. കഹാനി പഠ്കർ സുനാവും, കഥ വായിച്ച് കേൾപ്പിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കബി ലഡ്കി പേട് സെ പൂച്ച്തീതോ, ചില സമയങ്ങളിൽ പെൺകുട്ടി മരത്തിനോട് ചോദിക്കുന്നതാണ് ഇങ്ങനെ. അതിനുശേഷം തോ കബി പേട് ലഡ്കിക്കോ, ചില സമയങ്ങളിൽ മരം ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്തു കൊടുക്കുമായിരുന്നു? ഈ ഇലകൾ അനങ്ങുമല്ലോ, കാറ്റ് വരുന്ന സമയത്ത് മരത്തിൻ്റെ ഇലകൾ അനങ്ങുമ്പോൾ ഒരു രാഗമുണ്ട്, ഒരു സൗണ്ട്, ഒരു സോങ് പോലെ. ആ രാഗം പെൺകുട്ടിക്ക് കേൾപ്പിച്ച് കൊടുക്കുമായിരുന്നു. ഹട്ടെ കട്ടെ ആദ്മിയും കെ സേഠ്നെ അജീബോ ഗരീബ് തർക്കീബെ ലഗായി. ഈ വന്നിരിക്കുന്ന മരം വെട്ടാൻ വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരു സേട്ട് പോലെ ഒരാളുണ്ട്, അവരുടെ ഒരു ഹെഡ് പോലത്തെ ഒരാളുണ്ട്. അയാൾ വളരെ വിചിത്രമായ ഉപായങ്ങൾ തേടാൻ തുടങ്ങി കുട്ടീനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട്. എന്തായിരുന്നു ആ വിചിത്രമായിട്ടുള്ള ഉപായങ്ങൾ, മാർഗങ്ങൾ എന്ന് ചോദിച്ചാൽ, കബി പേട് കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേജ് ഷോർ മച്ചായ, ലൗഡ് സ്പീക്കർ കൊണ്ടുവച്ചു. മരത്തിൻ്റെ താഴെ ലൗഡ് സ്പീക്കർ കൊണ്ട് വലിയ സൗണ്ടിൽ എന്ത് ചെയ്യാണ്, സൗണ്ട് ഉണ്ടാക്കി. കബി പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉടാക്കർ ലഡ്കി കോ രാത് ഭർ ജഗായ രഖ, ചില സമയങ്ങളിൽ ഹെലികോപ്റ്റർ കൊണ്ട് മരത്തിൻ്റെ മേലെ പറത്തി രാത്രി ഒന്നും ഈ കുട്ടീനെ ഉറങ്ങാൻ വിടാണ്ടാക്കി. തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാവോഗെ, ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉനെ കഹത്തി. അപ്പോൾ പെൺകുട്ടി ഇതെല്ലാം കണ്ട് സഹിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദത്തെ തകർക്കാൻ കഴിയില്ല, ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്ന് പറയും. ഓക്കെ, ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവൾ പറയുകയാണ് കേട്ടോ.
उनकी अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. അപ്പോൾ ഇവരുടെ ഈ അതുല്യമായ അല്ലെങ്കിൽ അനോഖി പറഞ്ഞാൽ അതുല്യമായത്, വിചിത്രമായത്, ഇവരുടെ ഈ അതുല്യമായ സൗഹൃദത്തിനെ കുറിച്ചുള്ള കഥ, കിസ്സ കഥയാണ്, സ്റ്റോറി, ലോകം മുഴുവൻ അറിഞ്ഞു. ഉൻകെ ഈദ് ഗിർദ് ഹസാറോ ലോഗ് ഇക്കട്ടാ ഹോനെ ലഗെ. അപ്പോൾ ഇവരുടെ ചുറ്റിനും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവരുടെ ചുറ്റും കൂടാൻ തുടങ്ങി. ഹട്ടെ കട്ടെ ആദ്മിയും और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके हजारों दोस्तों से डर लगने लगा था. അപ്പോൾ ഈ വന്ന ബലവാന്മാരായ ആളുകൾക്കും അവരുടെ സേട്ടിനും ഈ പെൺകുട്ടീനെയും ഈ മരത്തെ, അതുപോലെ ഈ വന്ന് കൂടിയ ആൾക്കാരിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഈ മരം വെട്ടാൻ വന്ന ആളുകൾക്ക് ഭയമായി, അവർ പേടിക്കാൻ തുടങ്ങി. ഓക്കെ, അതിന് ശേഷം ഈ 738 എന്ന് പറയുന്നത് 738 എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ 738 दिनों तक पेड़ काटने को इंतजार करने के बाद एक दिन वे आदमी चुपचाप वहाँ से जाने लगे. അപ്പോൾ ഈ 738 ദിവസം മരം വെട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു, കാത്തിരുന്നു ഈ മരം വെട്ടാൻ വന്നവർ. അതിനുശേഷം ഒരു ദിവസം അവർ മിണ്ടാതെ എന്ത് ചെയ്തു, തിരിച്ചു പോവുകയാണ്. वादा करो यहाँ की किसी भी पेड़ को कभी नहीं काटोगे. ലഡ്കി ने सेठ से वादा ले लिया. അപ്പോൾ ഈ പെൺകുട്ടി ആ സേട്ടിനോട് പറയാണ്, എനിക്ക് പ്രോമിസ് ചെയ്തു തരണം, എന്തെന്ന്, ഈ ഇവിടെയുള്ള ഏത് മരവും ഇനി വെട്ടില്ല എന്ന് എനിക്ക് സത്യം ചെയ്തു തരാം, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തു തരണമെന്ന് പറയും, എനിക്ക് വാക്ക് തരണം എന്ന് പറയും. അങ്ങനെ ലഡ്കി ഇയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു സത്യം വാങ്ങിയെടുത്തു, അയാൾ വാക്ക് കൊടുത്തു. സാരേ പേട് ബച്ച് ഗയി. അങ്ങനെ എല്ലാ മരങ്ങളും രക്ഷപ്പെട്ടു. ഉസ് ലഡ്കി കാ നാം ജൂലിയ ഹെ. ഈ പെൺകുട്ടിയുടെ പേരാണ് ജൂലിയ. ഉസ് പേട് കാ നാം ഹെ ലൂണ. ആ മരത്തിൻ്റെ പേരാണ് ലൂണ. ഈ പെൺകുട്ടി രക്ഷിച്ച മരമില്ലേ, അതിൻ്റെ പേര് ലൂണ. ദോനും ആജ് ബി പക്കേ ദോസ്തേ. ഇന്നും അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്. അപ്പം ഇതാണ് നമ്മുടെ കഥ. ഈ ജൂലിയ ലോറൻ ഹിൽ എന്ന് പറഞ്ഞിട്ട് ശരിക്കൊരാളുണ്ട് കേട്ടോ. ഇത് നടന്നൊരു കഥ തന്നെയാണ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ജൂലിയ ലോറൻ ഹിൽ കാ ജന്മ 18 ഫरवरी 1974 को മിസോറി കാ മൗണ്ട് US-ലാണ് കേട്ടോ, അവിടെയാണ് നടന്നത്. ആപ് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ കെ നാം സെ ജാനി ജാത്തി ഹെ. അപ്പോൾ അവരെ നമുക്ക് ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന് പറഞ്ഞിട്ടാണ് അറിയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ വായിച്ചു വിടുക. അപ്പോൾ ഇത് റിയലായിട്ടുള്ള ഒരാളുടെ കഥ തന്നെയാണ്, ജൂലിയ ലോറൻ ഹിൽ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇനി ഇതിന് ശേഷം നമുക്കിതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിൻ്റെ ആക്ടിവിറ്റീസും ചെയ്യാനുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.